ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ബ്രാൻഡുകൾ ഒന്നാണ് എസ്.എസ്. രാജമൗലി. ആ പേര് മാത്രം മതി തിയേറ്ററിലേക്ക് ജനം ഇരമ്പിയെത്താൻ. ബാഹുബലിയുടെയും ആർആർആറിലൂടെയും ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ഹിറ്റ് മേക്കറായി മാറിയ രാജമൗലി ഓസ്കാർ വേദി വരെ ഇന്ത്യയിലെത്തിച്ച സംവിധായകനാണ്. ഇക്കാര്യം രാജമൗലി ഇത്ര വലിയ സംവിധായകനൊക്കെ ആണെങ്കിലും കഴിഞ്ഞ 2 ദിവസമായി മലയാളം സോഷ്യൽ മീഡിയ സർക്കിളുകളുടെ ട്രോൾ പേജുകൾ നിറഞ്ഞോടുകയാണ് മൗലി. മുമ്പൊരിക്കൽ വിഖ്യാത സിനിമാ നിരൂപകൻ ഭരത് രംഗന് രാജമൗലി നൽകിയ അഭിമുഖത്തിൽ നിന്നുള്ള ഭാഗമാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. അഭിമുഖത്തിനിടെ രാജമൗലിയോട് ബി.ആർ. ഇഷ്ടപ്പെട്ട 2 സിനിമകളുടെ പേര് പറയാൻ ആവശ്യപ്പെടുകയാണ്. ബെഹ്റൻ ആയിരുന്നു രാജമൗലി ആദ്യം തിരഞ്ഞെടുത്തത്. രണ്ടാമതായി അദ്ദേഹം പേര് പറഞ്ഞത് മായാബസാർ എന്നായിരുന്നു. സത്യത്തിൽ രാജമൗലി ഉദ്ദേശിച്ചത് തെലുങ്ക് ക്ലാസിക്കൽ മായാബസാറാണ്. എന്നാൽ സംഗതി നമ്മുടെ ട്രോളർമാർ മറ്റൊന്നാക്കി മാറ്റി. മമ്മൂട്ടിയെ നായകനാക്കി തോമസ് സെബാസ്റ്റ്യൻ ഒരുക്കി 2008 പുറത്തിറങ്ങിയ മായാബസാറാണ് രാജമൗലിയുടെ ഇഷ്ടചിത്രമെന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ വന്ന ട്രോളർമാരുടെ വ്യാഖ്യാനം. രാജമൗലി മായാബസാർ എന്ന് പറയുന്നതും ചിത്രത്തിലെ മമ്മൂട്ടി ഡാൻസ് ചെയ്യുന്ന പാട്ട് രംഗവും ചേർത്ത് വെച്ചാണ് ട്രോൾ വീഡിയോ രംഗങ്ങൾ പുറത്ത് വൈറലായി മാറിയത്. മമ്മൂട്ടി ഇരട്ടവേഷത്തിലെത്തിയ ചിത്രമായിരുന്നു മായാബസാർ. കലാഭവൻ അടക്കം വൻപൻ താരനിര അണിനിരന്ന ചിത്രം പക്ഷേ ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞു. അന്ന് ബോക്സ് ഓഫീസിൽ വീണാലെന്താ രാജമൗലി വരെ ഫാനായില്ലേ എന്ന ട്രോളുകളിൽ ചോദിക്കുന്നത്. ട്രോളുകൾ കണ്ട് പലരും ഇത് സത്യമാണെന്ന് കരുതി ആഘോഷിക്കുന്നത് കൂടി ചെയ്തതോടെ ട്രോളർമാർക്ക് ചാകര കിട്ടിയ മട്ടാണ്. സോഷ്യൽ മീഡിയ ചിരി പടർത്തുകയാണ് ഈ ട്രോളുകൾ.